പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ്. അതായത് 2025 നടന്ന 10th പ്രിലിംസിന്റെ 4 ഘട്ടങ്ങളായിട്ട് നടന്ന ചോദ്യപേപ്പറുകൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്ത് ഒറ്റ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. 10th പ്രിലിംസ് എക്സാമിനേഷൻ സ്റ്റേജ് 1 2024 എക്സാം ഡേറ്റ് 28/12/2024. ഒന്നാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്ന് പറയുന്നു. അത് എന്താണ്? തെറ്റാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴിയായിരുന്നു എന്നറിയപ്പെടുന്നു. ശരിയാണ്. പിന്നെ അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. ശരിയാണ്. നാലാമത്തത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ? 2, 3, 4 ആണ് ശരിയായി വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, കലാപം നടന്നത് 1812-ലാണ്. 1812-ലാണ് കുറിച്യർ കലാപം നടക്കുന്നത്, നമുക്കറിയാം അല്ലെ. പിന്നെ പറയുന്ന പേരെന്താ? കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. അത് തെറ്റാണ് അല്ലെ. പിന്നെ കലാപത്തിന്റെ പ്രധാന നേതാവായിരുന്ന പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റാണ് അല്ലെ. പിന്നെ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നതിൽ തെറ്റായവ ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് തെറ്റായവയായിട്ട് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രമാണ് എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 1, സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് എന്ന് പറയുന്നു. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് എന്ന് പറയുന്നു. ശരിയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി എന്ന് പറയുന്നു. ശരിയാണ്. ദ വൈറ്റ് ബുക്ക് ആരുടെ ആത്മകഥാപരമായ രചനയാണെന്ന് ചോദിക്കുന്നു. ഉത്തരം എന്താണ്? ശരിയാണ്. അപ്പൊ ഉത്തരം എന്താണ്? 1, 2, 3, 4 ശരിയാണ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എല്ലാം ശരിയാണ് എന്ന് പറയാം. എല്ലാം ശരിയാണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു എന്ന് പറയുന്നു. അതെന്താണ്? ശരിയാണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ് നടക്കുന്നു. ശരിയാണ്. പിന്നെ 1934 ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്ന് പറയുന്നു. തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടക്കുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉം. 1ഉം 2ഉം 4ഉം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അഞ്ചാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് എന്ന് പറയുന്നു. അതെന്താണ്? അത് ശരിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് എന്ന് പറയുന്നു. തെറ്റാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത് എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 4ഉം എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട്. 1ഉം 4ഉം എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. നോക്കാം. ISRO സ്ഥാപിച്ചത് 1998 എന്ന് പറയുന്നു. അത് എന്താണ്? തെറ്റാണ് അല്ലെ. ഇതിന്റെ ആസ്ഥാനം കൽക്കട്ടയിലെ അന്തരീക്ഷ ഭവനാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു എന്ന് പറയുന്നു. അത് ശരിയാണ്. ആ ഓപ്ഷൻ ശരിയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ ഉത്തരങ്ങൾ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ്? 3ഉം 4ഉം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് അല്ലെങ്കിൽ ശരി ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. 3ഉം 4ഉമാണ് ശരി ഉത്തരമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യം,
സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് എന്ന് പറയുന്നു. അത് ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ശരിയാണ്. പിന്നെ 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3. 1, 2, 3 മാത്രം ശരിയായിട്ടുള്ളത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഏതാണ് തെറ്റായ ജോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. ശരിയാണ്. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. ശരിയാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ശരിയാണ്. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ എന്നുള്ളത് തെറ്റാണ്. അത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അപ്പൊ ഉത്തരം ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ 4 മാത്രമാണ് എന്തായിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം നമ്മൾ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. അപ്പം കാലക്രമം അനുസരിച്ചിട്ട് ഒന്നാമത് വരുന്നത് ആരാണ്? മലബാർ കലാപമാണ് വരുന്നത്. ഒന്നാമത് മലബാർ കലാപം, അതിനുശേഷമാണ് ഏത് വരുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നു. അതിനുശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ മരണം വരുന്നു. ഏറ്റവും അവസാനമാണ് അതിർത്തി ഗാന്ധിയുടെ മരണം വരുന്നത്. അല്ലെ? അപ്പൊ ഏതാണ് ഓപ്ഷൻസ് വരുന്നത്? 2, 3, 4, 1. 2, 3, 4, 1 വരുന്നതാണ് നമ്മുടെ ഓപ്ഷൻ ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യമാണ്. എന്താണ് 10ാമത്തെ ചോദ്യം? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 ശരി ഉത്തരം. പിന്നെ KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് എന്ന് പറയുന്നു. ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ശരിയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിലാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്. ഉത്തരം വന്നപ്പോൾ ഏതാണ്? 1, 2, 3 മാത്രം. 1, 2, 3 മാത്രം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യം, കിംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കിംബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. 12, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? അഹമ്മദാബാദ് ആണ്. ഏതാണ്? അഹമ്മദാബാദ്. 13, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം എന്ന് പറയുന്നത് ഏത് കാലമാണ്? ഖാരിഫ്. ഏതാണ്? ഖാരിഫ് ആണ്. ഓക്കെ. 14, അവശിഷ്ട പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ റെസിഡ്യുവൽ പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരം ആരവല്ലി. അവശിഷ്ടം ആരവല്ലി പർവ്വതം. ഓക്കെ അല്ലേ? 15, ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ഏത്? ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്നാണ് അറിയപ്പെടുന്നത്. 16, ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക്സ് രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അല്ലെങ്കിൽ ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഏതാണ്? മധ്യപ്രദേശ്. ഓക്കെ. 17, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഏത്? ആന്ത്രസൈറ്റ്. ഏതാണ്? ആന്ത്രസൈറ്റ് ആണ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം. ഏതാണ്? ആന്ത്രസൈറ്റ്. 18, മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാട്. 19ാമത്തെ ചോദ്യം, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്താണ്? മിൽപ്പ എന്നാണ് അറിയപ്പെടുന്നത്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ് അറിയപ്പെടുന്നത്. 20, ചിപ്കോ പ്രസ്ഥാനം എന്തുമായിട്ട് ചേർത്ത് നമുക്ക് വായിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വന സമ്പത്ത് നശീകരണം തടയുന്നത്. എന്താണ്?
ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്? ചിപ്കോ പ്രസ്ഥാനം. 21. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 1937 രൂപം കൊണ്ടത്. 22. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഡു ഓർ ഡൈ. 23. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്ത കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ: ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, എന്നാൽ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. അല്ലെ? അപ്പൊ ഉത്തരം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്ത കൃതി വേദാധികാര നിരൂപണമാണ്. ഓക്കെ അല്ലേ? 24ാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് നവംബർ 11 ബന്ധപ്പെട്ടിരിക്കുന്നു. 25ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആര് എന്നുള്ളതാണ് ചോദ്യം. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ലഭിക്കാത്ത ജ്ഞാനപീഠം അവാർഡ് പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് തന്നിരിക്കുന്നതിൽ. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട്, പിന്നെ രംഗനാഥ മിശ്രൻ കമ്മീഷൻ ഇല്ല, കോത്താരി കമ്മീഷൻ ഉണ്ട്, മുഖർജി കമ്മീഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് 1ഉം 3ഉം. മുഖർജി കമ്മീഷൻ ഇല്ല. ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? കോത്താരി കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. അപ്പൊ നമ്മൾ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരി. 1ഉം 3ഉം ആണ് നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനായിട്ട് വരുന്നത്. ഏതൊക്കെയാണ് ഇല്ലാത്തത്? രംഗനാഥ മിശ്ര കമ്മീഷനും മുഖർജി കമ്മീഷനും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധം ഇല്ലാത്ത കമ്മീഷനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 27ാമത്തെ ചോദ്യം, തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബംഗാൾ. എവിടെയാണ്? ബംഗാളിലാണ് തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത്, ബംഗാൾ. 28. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 29. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? എവിടെയായിരുന്നു? ട്രാൻകിബാറിലായിരുന്നു ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്, ട്രാൻകിബാർ. 30. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് എന്താണ്? താഴെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 എന്ന് നമുക്കറിയാം. പിന്നെ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741 കുറിച്ചർ കലാപം നടക്കുന്നത് 1812 1810 അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തെറ്റായത് ഏതാണ്? കുറിച്ചർ കലാപം 1810 D എന്നുള്ളതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള ആൻസർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? 31ാമത്തെ ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ശരിയായത്? ഓക്കെ, 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. അത് ശരിയാണ്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് പറയുന്നു. തെറ്റാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അത് ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ്? 1ഉം 3ഉം. 1ഉം 3ഉം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 32ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതൊക്കെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് എന്ന് പറയുന്നു. ദേശീയ ഗീതം ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് എന്ന് പറയുന്നു. തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് എന്ന് പറയുന്നു. എന്താണ്? അത് ശരിയാണ്.
അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ശരിയായവ 1 ഉം 3 ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി 1 ഉം 3 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ പറയണം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് എന്ന് പറയുന്നു. ശരിയാണ്. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു എന്ന് പറയുന്നു. ശരിയാണ്. പിന്നെ 1993 ഡിസംബർ 10 ആദ്യത്തെ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് പറയുന്നു. അത് തെറ്റാണ്. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ശരിയാണ്. അപ്പൊ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരങ്ങൾ 1 പിന്നെ 2 4 1 2 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 34ാമത്തെ ചോദ്യം, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? എസ് സോമനാഥും ഭുവനേശ്വരിയുമായിരുന്നു. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഓക്കെ. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് നോക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. ശരിയാണ്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. ശരിയാണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ശരിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം. ഏതാണ് ഇല്ലാത്തത്? മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് 4ാമത്തേതാണ്. നമ്മുടെ ഉത്തരം എന്നപ്പോ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 36ാമത്തെ ചോദ്യം, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ബ്രിക്സ് സമ്മേളനം നടന്നത് 2024 ബ്രിക്സ് നടന്നത് എവിടെയാണ്? റഷ്യയിലാണ് നടന്നത്. റഷ്യയിലാണ് നടന്നത്. 37ാമത്തെ ചോദ്യം, കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന 1812 കുറിച്യ ലഹള ഉണ്ടായത്. ശരിയാണ്. പിന്നെ വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് എന്ന് പറയുന്നു. തെറ്റാണ്. പ്രധാന നേതാവാരായിരുന്നു? രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു ഏത്? കുറിച്യ ലഹള എന്ന് പറയുന്നു. അല്ലെ? ഉത്തരങ്ങൾ എന്നപ്പോൾ ഏതൊക്കെയാണ്? 1 3 4 ശരിയായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1 3 4. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണബോധിനി. ഏതാണ്? കേരളീയ സുഗുണബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഓക്കെ. 39ാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണെന്നുള്ളതാണ് ചോദ്യം. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് എന്ന് പറയുന്നു. ശരിയാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ശരിയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ 3 ശരിയായതുകൊണ്ട് 1 2 3 ശരിയാണ് എന്നുള്ള ഓപ്ഷൻ സി നമുക്ക് തിരഞ്ഞെടുക്കാം. 40, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാടും ചേലക്കരയും. അതായത് പാലക്കാടും ചേലക്കരയും 2024. 41ാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. ഓക്കെ. 42ാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? നമുക്കറിയാം. ഏതാണ്? 2 സംസ്ഥാനങ്ങൾ, കർണാടകവും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. 43, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? പള്ളിവാസൽ പദ്ധതിയാണ്. 44ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് മണ്ണിനമാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. 45, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. 46, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 47ാമത്തെ ചോദ്യം, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര എണ്ണമാണ്? കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്.
48 കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ്. ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി, റോഷി അഗസ്റ്റിൻ. 49 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 50 കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആരാണ്? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു. ഓക്കെ. 51 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം എന്താണ്? 1861. 1861. 52 പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 53 ചോദ്യം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. പുന്നപ്ര വയലാർ സമരം കേരളത്തിലെ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം എന്നിവ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ കീഴരിയൂർ ബോംബ് കേസ് കേരളത്തിലെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. മനസ്സിലാക്കുക. 54 ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ആരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത്? TK മാധവൻ. 55 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു പരിഷ്കാരം? ഗൗരി പാർവതിഭായ് ആണ്. പാർവതിഭായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ് ചെയ്തത്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? പാർവതിഭായ്. 56 യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത്. 57 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാ? ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത് എന്നിവ 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ ജനസംഖ്യാനുപാത സംവരണം എന്ന് പറയുന്ന വിഷയം 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമാണ്. ഓക്കെ അല്ലേ? 58 മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? അർണോസ് പാതിരി. ആരുടെ? അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ആരാണ്? വേലുത്തമ്പി ദളവ. 60 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ജെയിംസ് ഡാറ ഡാറാസ് മെയിൽ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 61 ചോദ്യം ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ ആണ്. ആരാണ്? വാൾട്ടർ ജി റോസൻ. 62 അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഏത്? പ്ലാസെന്റ. ഇതാണ് പ്ലാസെന്റ. 63 കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് ഏതാണ്? സ്ക്ലീറൻ കൈമ. ഏതാണ്? സ്ക്ലീറൻ കൈമ. ഓക്കെ അല്ലേ? 64 ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതലം വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വില്ലസുകളാണ്. ഏതാണ്? വില്ലസുകൾ. ഓക്കെ അല്ലേ? 65 വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനിയാണ്. ഏതാണ്? വൃക്കാധമനിയാണ്. വൃക്കാധമനി. 66 ചോദ്യം നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. തെറ്റ്. വിറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. തെറ്റാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3ഉം 4ഉം. അപ്പൊ നമുക്ക് പറയാം 3ഉം 4ഉം എന്താണ്? ശരിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? 67 ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഏത്? മൊനീറ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറയാണ്. 68 ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം സൊമാറ്റോട്രോപിൻ. ഇതാണ് ഭീമാകാരത്വം. 69
കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ് കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിലും വെച്ച് നടക്കുന്നു. തെറ്റാണ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. തെറ്റാണ്. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. തെറ്റാണ്. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 4 ശരി എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 4 ശരി, 4 ശരിയായിട്ട് പറയുന്നത്. 70 വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം കണ്ണ്. എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ണ്. വിട്രിയസ് ദ്രവം കണ്ണിലാണ് കാണപ്പെടുന്നത്. 71 ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? യാന്ത്രികോർജം ഏതാവുകയാണ് ചെയ്യുന്നത്? വൈദ്യുതോർജം ആവുകയാണ് ചെയ്യുന്നത്. ജനറേറ്റർ. 72ാമത്തെ ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം ആണ്. ഏതാണ്? സമ്പുഷ്ട യുറേനിയം. 73 വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്രയാകും? 4 മടങ്ങാകും. എത്രയാകും? 4 മടങ്ങാകും. 74 കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? പ്രവേഗമുണ്ട്, ത്വരണമുണ്ട്, സ്ഥാനാന്തരമുണ്ട്. ഇത് മൂന്നും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വേഗം എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ അല്ലേ? കൂട്ടത്തിൽപ്പെടാത്തത് വേഗമാണ്. 75 അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഏതാണ്? ബാരോമീറ്റർ ആണ്. ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. 76 ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോമസനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ തോമസൺ ആണ്. ശരി. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോമസൺ ആണ്. ശരി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ശരിയാണ്. ന്യൂട്രോണിനെ കണ്ടെത്തി എന്ന് പറയുന്നത് തെറ്റാണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? പ്രസ്താവന ബന്ധം ഇല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ബന്ധമില്ലാത്ത പ്രസ്താവന. 77 റേഡിയോ ആക്റ്റീവത 77 റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. 78 റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്കറിലാണ്. ഹെൻറി ബെക്കറിലാണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. 79ാമത്തെ ചോദ്യം, ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ഉത്തരം അലുമിനിയം. അലുമിനിയത്തിന്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ് എന്ന് അറിയപ്പെടുന്നത്. 80 ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഏത്? ഐസോബാറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഏത്? ഐസോബാറുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതായിരുന്നു 2024-25 കാലഘട്ടത്തിൽ നടന്ന 10th പ്രിലിംസിന്റെ ഒന്നാമത്തെ ചോദ്യ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. 10th പ്രിലിംസ് എക്സാമിനേഷൻ സ്റ്റേജ് 2 2025. എക്സാം നടന്ന തീയതി 11/1/2025 ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായവ ഏത്? കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായവ ഏതാണെന്നുള്ളതാണ് ചോദ്യം. 1 മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ആണല്ലോ? അതെ. പോലീസ് സേനയുടെ മേധാവിയാണ് ആര്? DGP എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് നമ്മുടെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. അപ്പൊ 1ഉം 2ഉം വരുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഭക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് അണക്കെട്ട് എന്ന് പറയുന്നത് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. തെഹരി ഡാം കൃഷ്ണ നദിയിലാണ് തന്നിരിക്കുന്നു. അത് തെറ്റാണ്. സർദാർ സരോവർ ഏത് നദിയിലാണ്? സർദാർ സരോവർ നർമ്മദയിലാണ്. ഉത്തരങ്ങൾ ശരിയായവ ഏതൊക്കെയാണ്? 1ഉം 2, 4. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 1ഉം 2ഉം 4ഉം വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയാണ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് അല്ലെങ്കിൽ ശരിയേത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. പിന്നെ
പിന്നെ ഏതാണ് 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. 4 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അപ്പം ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3 ശരിയായത്. 1, 2, 3 ശരിയായത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് ശരിയായിട്ട് പറയുന്നത്. 4ാമത്തെ ചോദ്യം, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1 ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപർ ആയിരുന്നു എന്ന് പറയുന്നു. ശരിയാണ്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങളെല്ലാം ശരിയായതുകൊണ്ട് നമുക്ക് ഏത് തെരഞ്ഞെടുക്കാം? ഓപ്ഷൻ ഡി തെരഞ്ഞെടുക്കാം. ഓപ്ഷൻ ഡിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാം ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. 1 സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. ഉത്തരം എന്താണ്? ശരിയാണ് അല്ലെ? സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2 ഇ വി രാമസ്വാമി നായ്ക്കർ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. എന്താണ്? ശരിയാണ്. പിന്നെ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ്. ഓക്കെ അല്ലേ? ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ് അല്ലെ? ഉത്തരം എന്നപ്പോൾ ഏതില്ല? 4 ഇല്ലാതെ ഉള്ളത് സെലക്ട് ചെയ്യുക. 1, 2, 3 മാത്രമാണ് ശരിയായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? 6ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1 പ്രിസെപ്റ്റസ് ഓഫ് ജീസസ് എന്നുള്ളത് രാജാറാം മോഹൻ റോയിയുടെ കൃതിയാണ്. തുഫത്തുൽ മുഹദ്ദീൻ എന്ന് പറയുന്നത് ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെ കൃതിയാണ്. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ കൃതിയാണ്. എന്നാൽ നാലാമത്തേത് ഏതാണ്? സതിഹിത ബോധിനി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതായതുകൊണ്ട് ഉത്തരം ഏതാണ് ഇല്ലാത്തത്? ഡി 4 മാത്രം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഡി 4 മാത്രം. ഓക്കെ അല്ലേ? 7ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കേരള മീഡിയ അക്കാദമി തൃശൂർ തെറ്റാണ്. പിന്നെ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ആണെന്ന് പറയുന്നു. ശരിയാണ്. പിന്നെ കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണെന്ന് പറയുന്നു. ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാടാണ് എന്ന് പറയുന്നു. തെറ്റാണ്. അപ്പോൾ ശരിയായവ ഏതൊക്കെയാണ്? 2ഉം 3ഉം. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ശരി. 2ഉം 3ഉം മാത്രം ശരി എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. 8ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലീം. ശരി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ശരി. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത് 1920 എന്ന് പറയുന്നു. ശരി. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ് എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ 4ഉം ശരിയായതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഡി എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? 9ാമത്തെ ചോദ്യം നമ്മൾ നോക്കാൻ പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. 1 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ജനീവയാണെന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ് അല്ലെ? നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണെന്ന് പറയുന്നു. ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്. ശരിയാണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ ആണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 1 മാത്രം വരുന്ന ഓപ്ഷൻ എ മാത്രമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദ്. 11 ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? നമച്ച ബെർവയാണ്. ഏതാണ്? നമച്ച ബെർവയാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. 12ാമത്തെ ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഏത്?
കരീവ. ഏതാണ്? കരീവ മണ്ണിനം. ഓക്കെ അല്ലേ? 13ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ്. ഏതാണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ് നിയന്ത്രിച്ചത്. 14, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. ഓക്കെ. 15, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? ഓക്സ്ബോ തടാകങ്ങൾ. ഏതാണ്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. 16, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. 17, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ് നടന്നത്. ഓക്കെ അല്ലേ? 18, എന്താണ്? ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പഞ്ചസാര വ്യവസായം. ഗുർ ഖണ്ഡസാരി. 19ാമത്തെ ചോദ്യമാണ്, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. 20, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? എന്താണ് അജണ്ട 21 എന്നത്? എന്തിനെ കുറിക്കുന്നു എന്ന് ചോദിച്ചാൽ ആഗോള സുസ്ഥിര വികസനമാണ് അജണ്ട 21. 21ാമത്തെ ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം 70 വയസ്സിന് മുകളിൽ ഉള്ള എല്ലാവരെയും. എന്താണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലെ? 22ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ആണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. 23ാമത്തെ ചോദ്യം, ലഞ്ചുവൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 1, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു. ശരിയാണ്. ഫ്യൂഡൽ നികുതി നൽകുക എന്ന് പറയുന്നു. തെറ്റാണ് അല്ലെ? നികുതി നൽകാതിരിക്കുക എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ ഏതാണ്? ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളത് നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ പറയണം. 25ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? ഗ്രന്ഥം ഏതാണ്? അരുൾനൂലുണ്ട്, ആദിഭാഷയുണ്ട്, വേദാധികാര നിരൂപണമുണ്ട്, നവമഞ്ജരിയുണ്ട്. ഉത്തരം ഏതാണ്? നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 26ാമത്തെ ചോദ്യമാണ്, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധൊളാവിരയാണ്. ഏതാണ്? ധൊളാവിര. 27, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആനി ബസന്റുമായി ബന്ധമില്ലാത്തത് എന്ന് നോക്കാം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്ന് പറയുന്നു. തെറ്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്ന് പറയുന്നു. ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് എന്ന് പറയുമ്പോൾ 1 ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബി ഏതാണ്? 1 മാത്രം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. 29, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. 30, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഏതാണ്? തെലങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ്. ഓക്കെ അല്ലെ?
അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓക്കെ, നോക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഏതാണ്? 19 മുതൽ 22 വയസ്സ് വരെയുള്ള വകുപ്പുകളാണ്. 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 2, സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. 3, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. പിന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് 23 മുതൽ 24 വരെയുള്ള അവകാശം, ബി അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 1 എന്ന് പറയുന്നത് ഡി ആണ്. 2 എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. 2 സി ആണ്. 3 എന്ന് പറയുന്നത് എ ആണ്. 4 എന്ന് പറയുന്നത് ബി ആണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് പറയുന്നത്. 32ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? നമുക്കറിയാം. ഉത്തരം എന്താണ്? പിംഗലി വെങ്കയ്യ. ഉത്തരം പിംഗലി വെങ്കയ്യ. 33ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. 1, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ശരി. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശരിയാണ്. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ശരിയാണ്. അപ്പോൾ എന്താണ് ഉത്തരങ്ങൾ എന്ന് പറയുന്നത്? ഇവയെല്ലാം ശരിയായതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഇവയെല്ലാം എന്ന് പറയാം. 34ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 35, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. 1, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അത് എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് നമ്മുടെ ശരി. 1ഉം 2ഉം മാത്രം. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. 37, ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ഉത്തരം സുകുമാർ സെൻ എന്നാണ് പേര്. ഉത്തരം സുകുമാർ സെൻ. ഓക്കെ അല്ലെ. 38, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഏതാണ്? ഹേബിയസ് കോർപ്പസ്. 39, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം ആനന്ദമഠം. ഏതാണ്? ആനന്ദമഠം. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1, അമ്മു സ്വാമിനാഥൻ. 2, ശരിയാണ്, ദാക്ഷായണി വേലായുധൻ ഉണ്ടായിരുന്നു. രാജ്കുമാരി അമൃത്കർ ഉണ്ടായിരുന്നു. സരോജിനി നായിഡു ഉണ്ടായിരുന്നു. അപ്പോൾ 4 പേരും ഉള്ളത് കൊണ്ട് നമുക്ക് ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് തിരഞ്ഞെടുക്കാം. 41, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് ഏത് കായലാണ്? വേമ്പനാട്ട് കായലാണ്. 42, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം എന്ന് പറയുന്നത് ഏതാണ്? ബുദ്ധമയൂരിയാണ്. ഏതാണ്? ബുദ്ധമയൂരി. ഓക്കെ അല്ലേ. 43, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാർ അല്ലെ. കബനിയാണ് ഉത്തരം. 44ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഉത്തരം PR ശ്രീജേഷ്. ഉത്തരം PR ശ്രീജേഷ് ആണ്. 45ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം വരയാടാണ്. ഉത്തരം വരയാട്. 46, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം രാമനാട്ടമാണ്. ഉത്തരം രാമനാട്ടം. 47, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ. 48, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 ആണ്. 49ാമത്തെ ചോദ്യം, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ് ഇന്ധനം. 50, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് ഏത്? നീണ്ടകര. ഏതാണ്? നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. 51ാമത്തെ ചോദ്യമാണ്, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുന്നു. 1, ബ്രിട്ടീഷുകാർ
അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത് എന്ന് പറയുന്നു. തെറ്റാണ്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു എന്ന് പറയുന്നു. തെറ്റാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണെന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളവ 1ഉം 4ഉം ആയതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 52ാമത്തെ ചോദ്യം, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിഡാൻക്യോയാണ്. ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ. 53 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി എന്ന് പറയുന്നത് കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ. 54 ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം എന്ന് കൊടുത്തിരിക്കുന്നു. തെറ്റാണ് അല്ലെ? ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ടോ എന്ന് കൊടുത്തിരിക്കുന്നു. തെറ്റാണ്. വൈകുണ്ഠസ്വാമികൾ ദർശനമാല എന്ന് കൊടുത്തിരിക്കുന്നു. തെറ്റാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന് കൊടുത്തിരിക്കുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലെ? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 55ാമത്തെ ചോദ്യമാണ്, 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 56 വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് ഏത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ്. 57 തിരുവിതാംകൂറിന്റെ ധാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉത്തരം അക്കാമ ചെറിയാനാണ്. ഉത്തരം അക്കാമ ചെറിയാൻ. 58 ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ കെ ബി മേനോൻ. ഡോക്ടർ കെ ബി മേനോൻ നേതൃത്വം കൊടുത്ത ഏത് സംഭവമാണ് എന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസാണ്. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. 59ാമത്തെ ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം കൂട്ട്. ഏതാണ്? കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട് പദ്ധതി. 60 മഹാകവി ജി ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഓക്കെ. 61 സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓവ്യൂൾ വിത്താകുന്നു. ഓവ്യൂൾ വിത്താകുന്നു. 62 എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏതാണ്? എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏതാണ്? ബോട്ടാണിക്കൽ ഗാർഡനുകളാണ്. ബോട്ടാണിക്കൽ ഗാർഡനുകളാണ്. 63ാമത്തെ ചോദ്യം, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സ്. 64ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. ഏതാണ്? ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ. 65 തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് പ്രോട്ടിയേസ് ബന്ധമുള്ളതാണ്, പെപ്സിൻ ബന്ധമുള്ളതാണ്, ട്രിപ്സിൻ ബന്ധമുള്ളതാണ്, ലിപ്പേസ് ബന്ധമില്ലാത്തതായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ലിപ്പേസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 66ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ശരിയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്ന് പറയുന്നു. തെറ്റാണ്. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും എന്ന് പറയുന്നു. ശരിയാണ്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണം കുറയും എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 67ാമത്തെ ചോദ്യം, രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ശരിയും തെറ്റും കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. ഏതാണ്? എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ശരിയാണ്. പിന്നെ ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് എന്ന് പറയുന്നു. ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് എന്ന് പറയുന്നു. തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണെന്ന് പറയുന്നു. തെറ്റാണ്. അപ്പോൾ ശരിയായത് 1ഉം 2ഉം, തെറ്റായത് 3ഉം 4ഉം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 68 കൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂണിക്കൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂണിക്കൾച്ചർ. 69
കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഏതാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. തെന്നി നീങ്ങുന്ന സന്ധി. 70 സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സുമായിട്ട് ബന്ധപ്പെട്ടത് 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു എന്ന് പറയുന്നു, തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു എന്ന് പറയുന്നു, ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു എന്ന് പറയുന്നു, ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു എന്ന് പറയുന്നു, തെറ്റാണ്. അല്ലെ? അപ്പോൾ ഉത്തരങ്ങൾ 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലെ? 71 ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഏതാണ്? ഫ്ലൂറിൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം. 72 സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയുടെ സ്റ്റീലാണ് ഏത്? അൽനിക്കോ. ഏതാണ് അലോയ് സ്റ്റീൽ? അൽനിക്കോയാണ്. 73 താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ഏതാണ്? ബേക്കലൈറ്റ് ആണ്. 74ാമത്തെ ചോദ്യം, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ്. LPGയിലെ 75ാമത്തെ ചോദ്യം, LPGയിലെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് മക്കളെ ബ്യൂട്ടൈൻ ആണ്. എന്താണ്? LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. 76ാമത്തെ ചോദ്യം, പ്രവേഗ മാറ്റത്തിന് നിരക്കിന് നമ്മൾ പറയുന്ന പേര് ത്വരണം, ആക്സലറേഷൻ എന്നാണ് പറയുന്നത്. പ്രവേഗ മാറ്റത്തിന് നിരക്ക് ത്വരണം. 77 ബലത്തിന്റെ യൂണിറ്റ് ഏത്? ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഏതാണ്? ന്യൂട്ടൺ. 78ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഏതൂർജ്ജം? ഗതികോർജ്ജം എന്ന് പറയുന്നു. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ആറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത്. സൗരോർജ്ജവും ഗ്രീൻ എനർജിയാണ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഗ്രീൻ എനർജിയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഗ്രീൻ എനർജിയാണ്. എന്നാൽ ആറ്റോമിക് റിയാക്ടറുകൾ എന്ന് പറയുന്നത് ഗ്രീൻ എനർജി അല്ല. 80 കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം എന്ന് പറയുന്നത് ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമായ സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് 80 ചോദ്യങ്ങൾ നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ 2025 നടന്ന സ്റ്റേജ് 2ന്റെ 80 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. 10th പ്രിലിംസ് എക്സാമിനേഷൻ സ്റ്റേജ് 3 2025. എക്സാമിന്റെ ഡേറ്റ് 25/1/2025 ആയിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ആരാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്? ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരിയാണ് അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. 3 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? മെറ്റേണിക്. ആരുടെയാണ്? മെറ്റേണിക്. 4 കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കുറുളി ചേകോൻ. ആരാണ്? കുറുളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്ന് അറിയപ്പെടുന്നത്. 5 രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. 6ാമത്തെ ചോദ്യം, ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത് 7:30 PM ആണ്. 7:30 PM. 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നോക്കാം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ശരി. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ശരിയാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ശരിയാണ്. അപ്പോൾ നമുക്ക് പറയാം ഇവയെല്ലാം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരമായിട്ട് പറയാൻ പറ്റും. 8ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്?
ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 9ാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ്. ഓക്കെ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. 14ാമത്തെ ചോദ്യം, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. NW3. 15ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര അറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലം. ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. ഉത്തര മഹാസമതലം. 16, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂതല ഛായാഗ്രഹണം. ഭൂതല ഛായാഗ്രഹണമാണ് ഉത്തരം. ഓക്കെ. 17, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിര പോയിന്റ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് അക്ഷാംശീയ സ്ഥാനം സ്വാധീനിക്കുന്നുണ്ട്, ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്, സമുദ്ര സാമീപ്യം സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകമാണ്. ഓക്കെ. 19, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? നമുക്ക് നോക്കാം. താരതമ്യേന വീതി കുറവാണ് എന്നുള്ളതാണ് പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ ശരി. പിന്നെ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു എന്ന് പറയുന്നു ശരിയാണ്. വീതി താരതമ്യേന കൂടുതലാണ് എന്ന് പറയുന്നു തെറ്റാണ്. അപ്പോൾ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 1ഉം 3ഉം വരുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് അറിയപ്പെടുന്നത് ഏത് കൊടുമുടിയാണ്? ആനമുടിയാണ്. ഏതാണ്? ആനമുടി. 21ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് നോക്കാം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി എന്ന് പറയുന്നു. ബന്ധമുണ്ട്, ശരിയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്നു തെറ്റാണ്. പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു എന്ന് പറയുന്നു ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ഏതാണ്? 2 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 2 മാത്രം എന്നുള്ളതാണ് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. 22ാമത്തെ ചോദ്യം നോക്കാം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമാകുന്നത്. 23, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം എവിടെയാണ്? ബീഹാറിലെ ചമ്പാരൻ. 1917. 24ാമത്തെ ചോദ്യം, ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജൊനാഥൻ ഡങ്കൻ. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും എന്ന് പറഞ്ഞത് ബന്ധമുള്ള പ്രസ്താവനയാണ്. പിന്നെ പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്ന് പറയുന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ്. പിന്നെ പറയുന്നത് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്ന് പറഞ്ഞു, അത്
ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? 2 മാത്രം. ഓപ്ഷൻ സി 2 മാത്രമാണ്. ഏതാണ്? താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ സന്ധിയുമായിട്ട് ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ്. 26ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം എന്താണ് സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. 27 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവനാണ്. 28ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം യോഗ്യശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഏതാണ്? പശ്ചിമ ബംഗാൾ. 29ാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 30 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം, നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഹാൻകാങ്ങിനാണ്. ഉത്തരം ഹാൻകാങ് അല്ലെ. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്കറിയാം സ്വത്തവകാശമാണ് ഇപ്പോൾ മൗലിക അവകാശമല്ലാതെ നിയമവകാശമായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 32 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തത്. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നു. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ് എന്ന് പറയുന്നു. തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് എന്ന് പറയുന്നു. തെറ്റാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തരം തെറ്റാണ്. എല്ലാം തെറ്റായതുകൊണ്ട് 1, 2, 3 തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് തെരഞ്ഞെടുത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. 34 ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. ഒന്ന് നോക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1, 3 ആണ്. 1, 3 വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 36 ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഏതൊക്കെയാണ് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം. എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി 4 വകുപ്പ് 17 ആണ്. അപ്പോൾ എ ഏതാണ്? എ 4 ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്നത് 21 ആണ്. അടുത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ഏതാണ്? വകുപ്പ് 32 ആണ്. നോക്കിക്കേ, A4 എന്ന് പറയുന്നത് ബി ഏതാണ്? ബി 1, സി എന്ന് പറയുന്നത് 2 ആണ്, ഡി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 37ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു?
നമുക്കറിയാം ഫസൽ അലി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. 38 പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കാമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ്. ഏതാണ്? മാൻഡമസ്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ. 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? എത്ര ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകളായിട്ട് നിലവിലുള്ളത്? 22 എണ്ണം. 41ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീനാണ് ഉത്തരമായിട്ട് വരുന്നത്. 42ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? 42ാമത്തെ ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര എണ്ണമാണ്? 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്. 43ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടി. 44 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. 45 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? കല്ലട പദ്ധതിയാണ്. കല്ലട പദ്ധതി. 46 സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. 46ാമത്തെ ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. 47 കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനാണ്. വി അബ്ദുറഹിമാൻ. 48 ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം. 49 അയ്യങ്കാളി ജനിച്ചത് എന്ന്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിക്കുന്നത്. 50 ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം. വൈക്കം വീരർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി അയ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. 51 താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ്. വേറിട്ട് നിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, വി ടി ഭട്ടതിരിപ്പാട് കേരളം, ഇലിയാസ് ചാവറയച്ചൻ കേരളം, വൈകുണ്ഠസ്വാമി കേരളം, മഹാദേവ് ഗോവിന്ദ റാനഡെ എന്ന് പറയുന്നത് ദേശീയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. ഉത്തരം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 52ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി കെ എം പണിക്കരാണ്. കെ എം പണിക്കർ. 53 തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. നോക്കാം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിലാണ് ജനിച്ചത്. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്ന് പറയുന്നു. എന്റെ ജീവിതകഥ എന്ന് പറയുന്ന ആത്മകഥയുള്ളത് ആരുടെയാണ്? ഉത്തരം എ കെ ഗോപാലൻ. എ കെ ജിയുടേത് ആണ്. ഓക്കെ അല്ലേ? 54ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരേ ഒരു മലയാളിയായ പ്രസിഡന്റ് ആയിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായർ, സി ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത്. 55ാമത്തെ ചോദ്യം, ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവി ഖാസി മുഹമ്മദ് എഴുതി. ശരിയാണ്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. ശരിയാണ്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു എന്ന് പറയുന്നു. തെറ്റ്. 17ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം എന്ന് പറയുന്നു. തെറ്റ്. ഉത്തരങ്ങൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആയതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് പറയുന്നത്. 56ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? വടകരയാണ്. എവിടെയാണ്? വടകര. 57 ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യത്താൻ ഗോപാലൻ. ആരാണ്? അയ്യത്താൻ ഗോപാലനാണ് ദർസാർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. 58 ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ ജി പി പിള്ള ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട നേതാവാണ് ബാരിസ്റ്റർ ജി പി പിള്ള. 59 കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരൊക്കെയാ?
പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാർ ഉള്ളതാണ്. ഇക്കണ്ട വാര്യരുണ്ട്, എസ് നീലകണ്ഠ അയ്യരുണ്ട്. എന്നാൽ ഷൺമുഖം ചെട്ടി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരിൽ ഉൾപ്പെടാത്തതായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആ ഷൺമുഖം ചെട്ടിയാണ്. ഓക്കെ. 60 കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു, ഏതാണ്? ഉത്തരം അഗസ്തീശ്വരമാണ്. ഉത്തരം അഗസ്തീശ്വരം. 61 വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ കണ്ണിനുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഏതാണ്? നിശാന്തത. 62 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്ന് പറയുന്നു. ഹീമോഫീലിയയാണ് ഏതുമായിട്ട് ബന്ധമില്ലാത്തത്? എന്താണ്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയ. 63 നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കാഴ്സൺ ആണ്. റേച്ചൽ കാഴ്സൺ. DDTയുടെ പരാമർശമുള്ള നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കാഴ്സൺ ആണ്. 64 താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? പെരിയാറാണ്. ഏതാണ്? പെരിയാർ. 65ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പല്ലിന്റെ ഇനാമലാണ്. ഏതാണ്? ഇനാമൽ. 66 ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് എന്ത് ചെയ്യുന്നത്? പെരുകുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം ലിംഫോസൈറ്റ്. 67 മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? എവിടെയാണ്? കരളിലാണ്. എവിടെ? കരളിൽ. 68 കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം പ്രിയങ്ക. ഏതാണ്? പാവലിന്റെ ഇനം പ്രിയങ്കയാണ്. 69 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം 2023 ആണ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2023. 70 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യരും ദുർബലരുമായ കുടുംബാംഗങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഉത്തരം 5 ലക്ഷം രൂപ. എത്രയാണ്? 5 ലക്ഷം രൂപ. 71 പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഓക്കെ, ഒന്ന് നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഏതൊക്കെയാണ്? 2ഉം 3ഉം മാത്രമാണ് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് പറയുന്നത്. 72ാമത്തെ ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? വസ്തുവിനേക്കാൾ വലുത് മിഥ്യയായത് നിവർന്നത്. മിഥ്യ നിവർന്നത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 73ാമത്തെ ചോദ്യം, മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യരുടെ ശ്രവണ പരിധിയുടെ നിരക്ക്. 74 ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 K ആണ്. 310 K. 75 ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏത്? താഴെ തന്നിരിക്കുന്നത് ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ശരിയായിട്ടുള്ളത് v² = u² - 2as. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 76ാമത്തെ ചോദ്യമാണ്, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് രാസോർജം ഗതികോർജമായിട്ട് മാറുന്നു. ഗതികോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 77ാമത്തെ ചോദ്യം, സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം.
സൂര്യഗ്രഹണത്തിന് കാരണമായ ശരിയായ ക്രമീകരണം എന്ന് പറയുന്നത് ഭൂമിക്കും സൂര്യനും ഇടയിൽ ആര് വരുന്നു? ചന്ദ്രൻ വരുന്നു. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് സൂര്യഗ്രഹണത്തിന് കാരണം. 78ാമത്തെ ചോദ്യം, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒന്ന്, ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് പറയുന്നത് ശരി. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 79, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഐസോടോപ്പാണ്. നോക്കാം. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ത് എന്നറിയപ്പെടുന്നത്? ആറ്റോമിക ഐസോടോപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഏത് ഉത്തരമാണ്? ഉത്തരം ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 79 ബി. 80ാമത്തെ ചോദ്യം, ആറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണ് ഏത്? ഓക്സിജൻ. O ആണ് ആറ്റോമിക സംഖ്യ 8 ആയ മൂലകം. ഓക്കെ അല്ലേ? 80 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2025 10th ലെവൽ പ്രിലിംസിന്റെ 3ാമത്തെ സ്റ്റേജിന്റെ 80 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. 10th പ്രിലിംസ് എക്സാമിനേഷൻ സ്റ്റേജ് 4 2025 നടന്ന ചോദ്യ പേപ്പർ. എക്സാമിനേഷൻ ഡേറ്റ് 8/2/2025. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായിട്ടാണ് 7ാം പട്ടിക ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പരാമർശിക്കുന്നു. എന്താണ്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പരാമർശിക്കുന്നതാണ് ഏത് പട്ടിക? 7ാം പട്ടിക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായവ തിരഞ്ഞെടുക്കുക? കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ശരിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തി. ശരിയാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. ശരി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയായതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം? ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? എല്ലാം ശരിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. എന്താണ്? കേരള നടനം എന്ന് പറയുന്നത് ഗുരു ഗോപിനാഥുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനമാണെങ്കിൽ യക്ഷഗാനം പാർവതി സുബ്ബയാണ്. പിന്നെ 3, ചവിട്ടു നാടകം ഏതാണ്? ചിന്നത്തമ്പിപ്പിള്ള. ചവിട്ടു നാടകം ചിന്നത്തമ്പിപ്പിള്ളയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. ഏതാണ്? കൂടിയാട്ടം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് 1, 2 വരുന്നു, എ വരുന്നു. പിന്നെ 2, 4 വരുന്നു. 3, 1 വരുന്നു. 4, 3. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ് നമ്മുടെ ശരി എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഏതാണ്? ലിഗ്നോസാറ്റ്. 5, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യോമാതിർത്തി, ജലാതിർത്തി ഉൾപ്പെടുന്നതാണ്. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യക്ക് അകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ ഉൾപ്പെടുന്നതല്ല. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ.
ഇതും ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഏതാണ് നമ്മുടെ ഉൾപ്പെടാത്തത്? ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നുള്ളതാണ് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ആറാമത്തെ ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ് സാഹിത്യ നഗരം, അല്ലെ? 7, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്ന ശാക്തീകരണ ക്യാമ്പയിൻ. 8ാമത്തെ ചോദ്യം, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അല്ലെങ്കിൽ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. തെറ്റാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ശരിയാണ്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണ്. നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? 9ാമത്തെ ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഏതാണ്? ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നാണ് പേര്. 10ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഈ ചോദ്യം എന്താണ്? നമുക്ക് ഒഴിവാക്കിയ ചോദ്യമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ അല്ലേ? 11, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായത് ഏത്? സിന്ധു നദിയുടെ പോഷക നദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അപ്പം ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് അല്ലെങ്കിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. 12, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് നവംബർ മധ്യത്തിലാണ്. 13, കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. കോട്ടോണോപോളിസ്. 14, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ റൂർക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഇതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. 15, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതാ? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. ഓക്കെ. 16, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഉത്തരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഏതൊക്കെയാ? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. 17, ഡോക്ടർ VS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. തെറ്റാണ്. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞു. ശരിയാണ്. അപ്പോൾ കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോൾ ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് എന്താണ് കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത്. 18, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഉത്തരം പറവൂര്. ഏതാണ്? പറവൂര്. എവിടെയാണ്? പറവൂര്.
19 തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം പീറ്റ് ഉണ്ട്, ആന്ത്രസൈറ്റ് ഉണ്ട്, ബിറ്റുമിനസ് ഉണ്ട്, ലിഗ്നൈറ്റ് ഉണ്ട്. ഉത്തരം ഏതാണ്? ലിഗ്നൈറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 20 സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം തെറ്റാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരേ സമാജം ശരിയാണ്. അപ്പോൾ നമ്മുടെ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? കുമാരഗുരുദേവൻ സമത്വ സമാജം എന്നുള്ളതാണ് എന്ത് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബസന്റ്. ആരാണ്? ആനി ബസന്റ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബസന്റ്. 22ാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. 23 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. 24 ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ആരാണ്? ബാലഗംഗാധര തിലകൻ. 25 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ഓക്കെ അല്ലേ? 26 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏതാണ്? നീതി ആയോഗ്. ഏതാണ്? നീതി ആയോഗ്. ഓക്കെ അല്ലേ? 27 പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. 29 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലിയാണ്. ഉത്തരം ഫസൽ അലി. 30 ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്ന് പറയുന്നത് 1936 ആണ്. 1936. 31ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ഓക്കെ. 32 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ഏത്? ശ്രീലങ്ക. ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ഏത്? ശ്രീലങ്ക. 33ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? BD ജെട്ടി ആയിരുന്നു. ബാസപ്പ ദാനപ്പ ജെട്ടി അല്ലെങ്കിൽ BD ജെട്ടി. 34 അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 51(4) ആണ്. അനുച്ഛേദം 51(4). 35 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 97 ആണ്. ആർട്ടിക്കിൾ 97. 36 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം എന്ന് പറയുന്നു. തെറ്റാണ്. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ശരി. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ് എന്ന് പറയുന്നു. ശരിയാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ തെറ്റായ പ്രസ്താവന എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? 37 വിവരാവകാശ കമ്മീഷന്റെ ഘടന
ഘടന എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉണ്ടാവും, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, പിന്നെ നിയമ വിദഗ്ധൻ ഉണ്ടാവും, ധനകാര്യ വിദഗ്ധൻ ഉണ്ടാവും, ജോയിന്റ് സെക്രട്ടറി ഉണ്ടാവും, സെക്ഷൻ ഓഫീസർ ഉണ്ടാവും. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 38. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ വി ഹരി നായരാണ്. ശ്രീ വി ഹരി നായരാണ് കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണർ. 39. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH66 മുംബൈ ഗോവ. NH66 മുംബൈ ഗോവ. ഓക്കെ. 40. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 39B ആണ്. ഏതാണ്? അനുച്ഛേദം 39B. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 39B ആണ്. 41. ചോദ്യം. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏതാണ്? ആലപ്പുഴ. 42. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 43. കേരളത്തിൽ ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 34 എണ്ണമാണ്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പൂക്കോട് തടാകം വയനാട് ജില്ല. ഓക്കെ അല്ലേ? 45. ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. ഏതാണ്? മഞ്ചേശ്വരം പുഴ. 46. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ. 47. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ഏതാണ്? പാലക്കാട്. 48. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഏതാണ്? ആനമുടി. 49. ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. 50. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട്ട് കായൽ. 51. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല, കണ്ണമൂല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? 52 എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഗിഫോർഡ് ആണ്. ഓക്കെ അല്ലെ? 53. വാഗൺ ട്രാജഡി നടന്ന വർഷം ചോദ്യം എന്ന് പറയുന്നത് ഒഴിവാക്കിയ ചോദ്യമാണ്. വാഗൺ ട്രാജഡി നടക്കുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് 53ാമത്തെ ചോദ്യം എന്ത് ചെയ്തിരിക്കുന്നു? അത് ഒഴിവാക്കിയിരിക്കുകയാണ് ചെയ്തത്. 54. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. 55. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധമുണ്ട്, ഹരിജൻ ധനസമാഹരണവുമായിട്ട് ബന്ധമുണ്ട്, നിസ്സഹകരണ സമര പ്രചാരണാർത്ഥം ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയിട്ടുണ്ട്, പാലിയം സത്യാഗ്രഹവുമായിട്ട് ഗാന്ധിജിക്ക് എന്തില്ല? ബന്ധമില്ല. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലെ? 56ാമത്തെ ചോദ്യം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 5. ഓക്കെ അല്ലെ? പിന്നെ എന്താ? 57ാമത്തെ ചോദ്യം. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരൊക്കെയാണ്? ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ് ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ. ഓക്കെ അല്ലെ? 58. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കയ്യൂർ സമരമാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നത് 1941. 59. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. 60. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. 61. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു?
എന്താ എങ്ങനെയാ ബാധിക്കുന്നത്? ശരീര തുലനാവസ്ഥ പാലിക്കപ്പെടുന്നില്ല. ശരീര തുലനാവസ്ഥ പാലിക്കപ്പെടുന്നില്ല. 62 ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു ആരാണ്? വാൾട്ടർ ജി റോസൻ. ശരിയായ കാര്യമാണ്, ശരിയായ ജോഡിയാണ്. ശരി, ഓക്കെ അല്ലേ? 63 അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? പെരിയോസ്റ്റിയം ആണ്. ഏതാണ്? പെരിയോസ്റ്റിയം. ഓക്കെ. 64 മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവകം എന്ന് പറയുന്നത് ഏതാണ്? ജീവകം കെ ആണ്. ജീവകം കെ. 65 തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഒഴിവാക്കിയ ചോദ്യമാണ് 65. 66 ചോദ്യം ജന്തുജന്യ രോഗമായ മഞ്ഞപ്പിനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസ് ആണ്. ഏതാണ്? വൈറസ് ആണ്. 67 പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് 23 പ്രാധാന്യം. പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മെയ് 23 പ്രാധാന്യം ഒഴിവാക്കിയ ചോദ്യമാണ്. 68 കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം പദ്ധതിയാണ്. ഏതാണ്? വയോമധുരം പദ്ധതി. 69 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. 70 കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര മേഖലയാണ്? ഉത്തരം ഹൃദയം. ഏതാണ്? ഉത്തരം ഹൃദയമാണ്. ഏതാണ്? കാർഡിയോളജി ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഏതാണ്? 71 ചോദ്യമാണ്. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏതുതരം മാധ്യമത്തിലൂടെയാണ്? ഖരം. ഏതാണ്? ഖരം. 72 പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചൂടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഏതാണ്? ഊർജമാണ്. ഊർജം, പ്രവൃത്തി ഒരേ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? 73 ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം രാസഫലം. ഉത്തരം രാസഫലം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 74 ചോദ്യമാണ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ആരാണ്? JJ തോംസൺ. 76 ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 77 ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. സദിശ അളവ് എന്ന് പറയുന്നത് പ്രവേഗമാണ്, വെക്ടർ ക്വാണ്ടിറ്റി. ദൂരവും വേഗവും സമയവും എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. പ്രവേഗം എന്ന് പറയുന്നത് സദിശ അളവ് അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ അല്ലേ? 78 ചോദ്യം നമുക്ക് നോക്കാം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞനിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? രാസവസ്തു ടാർട്രസിൻ ആണ്. ഏതാണ്? ടാർട്രസിൻ. 79 ചോദ്യം നമുക്ക് നോക്കാം. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഉത്തരം സിങ്ക്. സിങ്കിന്റെ അയിരാണ് ഏത്? കലാമിൻ എന്ന് പറയുന്നത്. 80 ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഏതാണ്? K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന മൂലകം അല്ലെങ്കിൽ മൂലകം ഏതാണ്? പൊട്ടാസ്യം ആണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതായിരുന്നു എന്താണ് 4ാമത്തെ 10th പ്രിലിംസ് സ്റ്റേജ് 4ന്റെ ചോദ്യ പേപ്പറും അതിന്റെ അതിന്റെ ഉത്തരങ്ങളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് 10th പ്രിലിംസിന്റെ 2025-24 അവസാനം നടന്ന 10th പ്രിലിംസിന്റെ 4 ഘട്ടങ്ങളിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലോട്ട് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.